ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ പരിപാടി അറിയണത് നമ്മളൊരു സ്ഥലം വരെ പോവാട്ടോ. അപ്പോഴാണ് എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാറ് ഞാൻ കണ്ടത്. നമ്മള് ബസ് കാത്തുകൽ ഒടുങ്ങിയിട്ട് കുറെ നേരമായി, ഇതുവരെ ബസ് വന്നിട്ടില്ല. കുറെ നേരത്തെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുന്നു, ബസ് വന്നിരിക്കുന്നു. അങ്ങനെ ബസ്സിലും കയറി നമ്മൾ പോണ സ്പോട്ടിക്ക് എത്തിയിട്ടാ. നമ്മള് ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞുതരാ, എല്ലാരും റോഡ് ക്രോസ് ചെയ്യുമ്പോ അപ്പുറം ഇപ്പുറം നോക്കി ശരിക്കും ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്യണം കേട്ടാ. നമ്മള് റോഡ് ക്രോസ് ചെയ്ത് വന്നപ്പോഴാണ് നോ എൻട്രി എഴുതിക്കാണ്ട് ഒരു ബോർഡ് കണ്ടത്. എന്നാ പിന്നെ ആയിക്കൂടി പോയിട്ട് തന്നെ ബാക്കി കാര്യം എല്ലാം പിന്നെ നമ്മളോടെ കളി. നമ്മൾ പണ്ടായി ഇതൊക്കെ എത്ര കണ്ടുവിട്ടതാടോ. നമ്മളങ്ങനെ മമ്പുറത്തെ പാലത്തിന്റെ അവിടെ എത്തിക്കണിട്ടാ. പാലത്തുമെന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അജാതി വ്യൂടെ ഒരു കുത്തുബീനാറ് മാതിരി ഒരു സാധനം കണ്ട. എന്താ നിങ്ങക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ ഇപ്പുറത്തെ പാലത്തുമെന്ന് അപ്പുറത്തെ പാലത്തിന്റെ അവിടേക്കുള്ള വ്യൂ നോക്കാൻ നിങ്ങൾ അജാതി വ്യൂലേ, ഒരു രക്ഷയില്ല. ഫുഡ് അഡ്വൈസ് പറഞ്ഞ മാതിരി അടാർക്ക് 46-56. ഈ പാലത്തിന്റെ ഇവിടക്കൊന്നും സൺസ്ക്രീൻ ഇടാതെ വരാൻ നിക്കണ്ട. മുടിഞ്ഞ വെയിലാണ്. ഞാൻ തന്നെ കൊറേ ടാൻ അടിച്ച് കരിഞ്ഞ് ഒരു പാത്ത് കഴിക്കണ വേർത്ത് കുളിച്ചുകാണ്ട്. എന്തൊക്കെയല്ലേ ഈ മൊയന്ത് പറയണത് നിങ്ങൾ വിചാരിക്കണ്ടാവും അല്ലെ. ഈ പൊരി വെയിലത്ത് എനിക്ക് എന്ത് ചെയ്യാനാ തോന്നണത്. ഈ പാലത്തുമെന്ന് അടിയത്താ തണുത്ത വെള്ളത്തേക്ക് ചാടാനാ തോന്നണത്. അങ്ങനെ നമ്മള് മക്കാമിന്റെ അവിടെ എത്തിക്കണിട്ടാ. മക്കാമെന്ന് ഇങ്ങക്കും വേണ്ടി ഞാൻ തുറന്നിക്കണ്, ബേജാറാവണ്ട. മക്കാമിന്റെ അവിടെ ഉള്ള പുതിയ പള്ളിക്കന്നെ നമ്മൾ ലോറും ഇമാമായി നിസ്കരിച്ചു കാണ്ട് നമ്മൾ നേരെ പെരീക്കന്നെ തിരിച്ചു പോവാണ്. തിരിച്ചു പോകാൻ വേണ്ടി നമ്മൾ ബസ് കയറിയപ്പോ സീറ്റ് ഇട്ടില്ല. ലാസ്റ്റ് ഒരാൾ നീച്ചു പോയപ്പോ നമുക്ക് സീറ്റ് ഇട്ടി. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. അങ്ങനെ നമ്മൾ ഭാരതിന്റെ അവിടെ എത്തി. ഭാരതിന്റെ അവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു സാധനം വാങ്ങാണ്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ നമ്മൾ നേരെ ഇപ്പൊ ഭാരതിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ 10 റുപ്യന്റെ ഫ്രൂട്ടി അതും ഇതൊക്കെ കണ്ടുകണെങ്കിലും ഇപ്പൊ ബൂസ്റ്റ് വരെ ഇങ്ങനത്തെ കുപ്പിയിൽ ഇറക്കി തുടങ്ങി. അങ്ങനെ നമ്മൾ എന്നും വാങ്ങണ സാധനം തന്നെയാണ് ന്യൂഡിൽസ്. ഈ 20 റുപ്യന്റെ ന്യൂഡിൽസ് ഇല്ലാതെ ഒറ്റ നോമ്പും കഴിഞ്ഞു പോകൂല. എപ്പോഴും ഇല്ലട്ടാ, ഇടക്കിടക്ക് മാത്രം. നൂഡിൽസ് നമ്മൾ 2 എടുത്തുകണിട്ടാ. ന്യൂഡിൽസ് മാത്രം എടുത്താൽ പോരല്ലോ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് തുറന്ന ഒരു ഗ്രേപ്പ് ജ്യൂസ് വേണ്ടെടുത്ത്. നേരത്തെ കണ്ട ബൂസ്റ്റിന്റെ വേറെ വെറൈറ്റി ഫ്ലേവർ ഉണ്ട് ഇവിടെ, ബദാമിന്റെ. അങ്ങനെ നമ്മൾ എടുത്ത സ്ഥാനത്തിന്റെ ടോട്ടൽ ബില്ല് നമ്മളെയൊക്കെ കിട്ടിയിരിക്കണ 57 റുപ്യാണ് ആകെ ആയത്. അത് കൂടാതെ നമ്മൾ 3 വെജ് ബിരിയാണി എടുത്തുകണിട്ടാ. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ പെരീക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ടേ.